നമസ്കാരം. ഉമ്മത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഉമ്മത്ത്, ഉമ്മയല്ല കേട്ടോ, ഉമ്മത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് ഇസ്ലാം മതസ്ഥരെ സംബന്ധിച്ചാണ്. അത് ലോകത്ത് എവിടെയാണെങ്കിലും ഏത് വൻകരയിലോ ചെറുകരയിലോ ആയിക്കോട്ടെ, മുസ്ലിം നാമധാരിയാണോ അയാൾ, ഇനി ഷിയ ആണെങ്കിലും ശരി, സുന്നി ആണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും വിഭാഗമാണെങ്കിലും ശരി, ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്ത് കേരളത്തിൽ മലപ്പുറത്തിരിക്കുന്ന ആൾക്ക് അയാൾ സുന്നിയാണോ ഷിയയാണോ എന്നല്ല നോക്കുന്നത്, അയാൾ മുസ്ലിമാണോ മുസ്ലിം നാമധാരിയാണോ നോക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവർക്കത് വിഷയമില്ല. അവർ മനസ്സുകൊണ്ട് അവരോട് ഐക്യപ്പെടും, അവരെ സപ്പോർട്ട് ചെയ്യും. അതിനാണ് ഈ ഉമ്മത്ത് എന്ന് പറയുന്നത്. അതായത് മതം നോക്കി മാത്രം, അവിടെ ഗോത്രമോ വിഭാഗമോ ഒന്നും നോക്കത്തില്ല, മതം നോക്കി മാത്രം അവർ പരസ്പരം മാനസികമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞ സാധനം. അത് ലോകത്തുള്ള വിശ്വാസികളായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അവർ മാത്രമുള്ള ഇടങ്ങളിൽ, ഉദാഹരണത്തിന് പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനോ പോലുള്ള സ്ഥലങ്ങളിൽ ഷിയയും സുന്നിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും, കല്ലെറിയും, ബോംബ് പൊട്ടിക്കും, വെടിവെക്കും, പരസ്പരം കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ മലപ്പുറത്തിരിക്കുന്നവന് ആ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും എല്ലാം ഉമ്മത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് അവരുടെ ഉമ്മത്തോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തികളാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊക്കെ ഇത് കാണുന്നുണ്ട്, പക്ഷേ നമ്മളാരും ചിന്തിക്കാത്ത തരത്തിലാണ് ചില മാധ്യമങ്ങൾ അതിൻ്റെ വാർത്തകളും മറ്റും കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അത് ബിസ്മി ചൊല്ലുകയാണ്, ഗോളടിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുകയാണെന്ന തരത്തിൽ ഇവിടെ അതിനെ വക്രീകരിക്കുകയാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾ. അങ്ങനെ നിരവധിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഉമ്മത്തിൻ്റെ പൊള്ളത്തരം എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ഒരു കളിയിൽ ഈജിപ്റ്റ് അവർ ആസ്ട്രിയക്കെതിരെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കോച്ചും മറ്റുമൊക്കെ പലസ്തീൻ്റെ പതാക ഇങ്ങനെ ഉയർത്തി പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഇരട്ടത്താപ്പ് ഒന്ന് മനസ്സിലാക്കണം. എപ്പോഴൊക്കെ ഇസ്രയേലും പലസ്തീനും തമ്മിൽ വിഷയം ഉണ്ടാകുന്നോ അപ്പോൾ ആദ്യം ഈജിപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അതിർത്തി അങ്ങ് അടച്ചു പൂട്ട്. അവർ ഈ നിലവിൽ തന്നെ വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്, അതിന് ഗേറ്റും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതങ്ങ് അടച്ചു പൂട്ടി ഒരൊറ്റ പലസ്തീനെ പോലും അങ്ങോട്ട് കയറ്റാത്ത പരുവത്തിൽ അടച്ചു പൂട്ടി ഇങ്ങനെ ഇടും. ചില സമയത്തൊക്കെ നിവൃത്തിയില്ലാതെ ഈ പലസ്തീനിയും ഗാസയിലുള്ള ആളുകളൊക്കെ ഈ മതിൽ ചാടി അപ്പുറത്തോട്ട് കയറാനൊക്കെ ശ്രമിക്കും. പക്ഷേ താഴെ വീണ് കാലൊടിയുന്നതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. എപ്പോഴൊക്കെ പലസ്തീൻ എന്ന് പറഞ്ഞുകൂടാ, ഈ ഗാസയിലെ ഹമാസും അതേപോലെ തന്നെ ഇസ്രായേലികളും തമ്മിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്നോ അപ്പോൾ ഈജിപ്റ്റ് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിർത്തി ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ്. ഒരൊറ്റ ഗാസാവാസിയെ പോലും അവർ കയറ്റില്ല. പക്ഷേ ലോകം കാണുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ലോകകപ്പ് പോലുള്ള ഒരു വേദിയിൽ ഈ ഇസ്രായേലിനെതിരെ പോലുമല്ല ജയിച്ചത്, ആസ്ട്രിയ എന്നൊരു രാജ്യത്തിനെതിരെ ജയിച്ചതിന് ശേഷം പലസ്തീൻ ഐക്യദാർഢ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പതാക പൊക്കി പിടിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉമ്മത്തെന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ശരിക്കും ഉമ്മത്ത് കാണിക്കേണ്ട എപ്പോഴാണ്? ഗാസയും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേൽ അടിച്ചു കയറി വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗാസക്കാരൻ ഓടുമ്പോൾ അവന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഉമ്മത്ത് കാണിക്കേണ്ടത്. അത് പറ്റില്ല, അത് കുറച്ചുള്ള ഉമ്മത്ത് മതി. നീ അവിടെ നിൽക്കേ, നിനക്ക് ഐക്യദാർഢ്യമാക്കി ഞാൻ ലോകകപ്പ് വേദിയിൽ വേണമെങ്കിൽ നിൻ്റെ പതാക ഞാൻ പൊക്കി കാണിക്കാം. അതുവഴി അയാൾ കൂടുതൽ ലോകത്ത് പരിചിതനാവും, അതായത് പ്രശസ്തനാവും. കാരണം ബാക്കി ഉമ്മമാർ നോക്കിക്കോളുമല്ലോ, മലപ്പുറത്തുള്ള സുക്കൂറും മറ്റവരൊക്കെ നോക്കിക്കോളുമല്ലോ. കണ്ടോ ഞങ്ങളെ അവിടുത്തെ ഈജിപ്റ്റ് കാണിച്ച് കണ്ടോ, പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാണിച്ച് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് 4 വഴി കോളത്തിൽ അവർ വാർത്തയും കൂടെ പടച്ചു വിട്ടോളും. പക്ഷേ ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് ദേഹം നോവാതെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ് ഇതുപോലുള്ള ആളുകൾക്ക്. മലപ്പുറത്തിരിക്കുന്നവൻ അല്ലെങ്കിൽ കോഴിക്കോടുള്ളവർ ഗാസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതേപോലെ നടക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ നടക്കുന്നത്, ഇരകളാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇരയാകുന്നത് മുസ്ലിം ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം, ഐക്യദാർഢ്യം ഒക്കെ ഇവിടെ നടത്തും. വെറും ഉമ്മത്തിന് വേണ്ടി മാത്രം. പക്ഷേ മേല് തോന്നുന്ന പണിക്കൊന്നും പോവില്ല. അവന് വേണ്ടിയിട്ട് അവിടെ പോയി യുദ്ധം ചെയ്യുമോ? ഇല്ല. അത് കുറേ തീവ്രന്മാരായിട്ടുള്ളവർ പോവും, അല്ലാത്തവർ പോവോ? ഇല്ല. മേല് നോക്കുന്നത് കഷ്ടപ്പെടുന്ന ഒരു പരിപാടിയും ചെയ്യത്തില്ല. വെറുതെ ഇങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ഉമ്മത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തും, ധർണ്ണ നടത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് അവർ കൂടുതൽ കോർണർ ചെയ്യപ്പെടുന്നു. അല്ലാതെ ഇത് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും അമുസ്ലിമായിട്ടുള്ള ആളുകൾ ഇവർക്ക് പിന്തുണ കൊടുക്കുകയോ അവർക്ക് വോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അവർ ചിന്തിക്കുന്നത് തന്നെ അവർ കൂടുതൽ മതം ചിന്തിക്കുന്നു, അത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കും. അതായത് സെക്യുലറായിട്ട് ചിന്തിക്കുന്നതും പോലും അവിടെ അവൻ മതം ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാ രീതിയിലും മൈനസ് ആയിട്ടുള്ള കാര്യമാണ് അവരവിടെ ചെയ്യുന്നത്. പക്ഷേ ഉമ്മത്ത് കാണിക്കണമല്ലോ, അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ഉമ്മത്തെന്നത് ദേവൻ നോവാതെ മെനക്കെടാതെ കാണിക്കുന്ന ഒരു സംഗതി മാത്രമാണ്. അല്ലാത്ത ഉമ്മത്തൊന്നും ഈ വഴിക്കെടുക്കില്ല.